ഹായ്, ഞാൻ ഐഷുബായ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അയണിക് ബോണ്ട് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഫജാൻസ് റൂൾ. അയണിക് ബോണ്ടിൽ തന്നെയുള്ള ടോപ്പിക്കാണിത്. അയണിക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നിട്ടാണ് അല്ലേ. അപ്പോൾ ആറ്റംസ് ഇലക്ട്രോൺസ് ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ചാർജ്ഡ് അയോൺസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ചാർജ്ഡ് അയോൺസ് ആണ് അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്. എന്നാൽ പിന്നീട് നമുക്ക് മനസ്സിലായി ഒരു ബോണ്ടും കംപ്ലീറ്റ്ലി അഥവാ 100% കോവാലൻ്റോ അതുപോലെ 100% അയണിക്കോ ആയിരിക്കില്ല. അപ്പോൾ അയണിക് ബോണ്ടിന് ചെറിയൊരു പാർഷ്യൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞത് കാസിമിർ ഫജാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. കാസിമിർ ഫജാൻ എന്ന സയൻറ്റിസ്റ്റാണ് അയണിക് ബോണ്ടിൻ്റെ കോവാലന്റ് നേച്ചറിനെ കുറിച്ച് പറഞ്ഞത് 1923. ഇതാണ് ഫജാൻസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് കോവാലന്റ് ക്യാരക്ടർ കിട്ടുന്നത്? അയണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക. സോഡിയം ക്ലോറൈഡ്. ഓക്കെ, സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയണുണ്ട്, ക്ലോറൈഡ് അയണുണ്ട് അല്ലേ. സോഡിയം അയണും ക്ലോറൈഡ് അയണും അടുത്തടുത്ത് വരുമ്പോഴാണ് അവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുത്തേക്ക് വരുന്ന സമയത്ത് ക്ലോറൈഡിന് ഇലക്ട്രോൺസിനെ സോഡിയത്തിൻ്റെ ആറ്റം അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ക്ലോറൈഡിൻ്റെ ഇലക്ട്രോൺസ് ഈ അടുത്തേക്ക് വരികയാണ്. ഓക്കെ, സോഡിയത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഇതിൻ്റെ ന്യൂക്ലിയസിനെ അത് റിപ്പൽ ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ആനയോണ് ക്ലോറൈഡ് അയോണിന് ഒരു ഡിസ്റ്റോഷൻ സംഭവിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ആവുന്നു. അങ്ങനെയാണ് അതിന് ഒരു ഷെയറിങ് നേച്ചർ ഉണ്ടാകുന്നു. അതാണ് അതിൻ്റെ കോവാലന്റ് നേച്ചറിന് കാരണം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ധ്രുവീകരണം അഥവാ പോളറൈസേഷൻ. അപ്പോൾ ആനയോണിൻ്റെ ഡിസ്റ്റോഷൻ ആണ് നമ്മൾ പോളറൈസേഷൻ അഥവാ ധ്രുവീകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ധ്രുവീകരണം സംഭവിക്കുന്നത് ആനയോൺസിനാണ്. ധ്രുവീകരിക്കപ്പെടാനുള്ള ആനയോൺസിന്റെ കഴിവിനെ പോളറൈസബിലിറ്റി എന്ന് പറയും. പോളറൈസബിലിറ്റി അഥവാ ധ്രുവീകരണ ക്ഷമത എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ധ്രുവീകരണ ക്ഷമത കാണിക്കുന്നത് ആനയോണുകളാണ്. കാരണം അവരാണ് പോളറൈസ്ഡ് ആകുന്നത്, അവർക്കാണ് ഡിസ്റ്റോഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അവർക്കാണ് ധ്രുവീകരണ ക്ഷമതയുള്ളത്, പോളറൈസബിലിറ്റി. എനിക്കാണ് ധ്രുവീകരണം സംഭവിക്കുന്നതെങ്കിൽ അത് സംഭവിക്കാനുള്ള എൻ്റെ കഴിവല്ലേ. അപ്പോൾ അതുപോലെ ആനയോൺസിനാണ് കഴിവുള്ളത്, പോളറൈസബിലിറ്റി ഉള്ളത് അവർക്കാണ്. ഓക്കെ, അവർക്കാണ് ധ്രുവീകരണ ക്ഷമതയുള്ളത്. നേരെ മറിച്ച് ആരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ പോളറൈസേഷൻ നടക്കുന്നത്? കാറ്റയോൺസിൻ്റെ അല്ലേ. അപ്പോൾ കാറ്റയോൺസിന് ഈ ആനയോൺസിനെ പോളറൈസ് ചെയ്യാനൊരു കഴിവുണ്ട്. ആ കഴിവിനെയാണ് പോളറൈസിങ് പവർ അഥവാ ധ്രുവീകരണ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, ധ്രുവീകരണ ശക്തി എന്ന് പറയുന്നത് കാറ്റയോൺസിൻ്റെ കഴിവാണ്. കാറ്റയോൺസിനെ ആനയോൺസിനെ ധ്രുവീകരിക്കാനുള്ള കഴിവിനെയാണ് അതിൻ്റെ ധ്രുവീകരണ ശക്തി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇത് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ എന്ന് പറയുന്നത് കാറ്റയോൺസിൻ്റെയും ആനയോൺസിൻ്റെയും ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യും. അഥവാ കാറ്റയോൺസ് ആനയോൺസിൻ്റെയും ചാർജ് കൂടുന്നതിനനുസരിച്ച് പോളറൈസേഷൻ കൂടുന്നു. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുക. സോഡിയത്തിന് Na+ അല്ലേ. അപ്പോൾ അതിൻ്റെ ചാർജ് 1. നേരെ മറിച്ച് കാൽസ്യം എടുക്കുമ്പോൾ 2+ ആണ്. അപ്പോൾ അതിന് കാൽസ്യത്തിന് ചാർജ് കൂടുതലായതുകൊണ്ട് അതിനായിരിക്കും പോളറൈസേഷൻ തരാനുള്ള കഴിവ് കൂടുതൽ. ഓക്കെ, അതായത് അതിനായിരിക്കും പോളറൈസിങ് പവർ കൂടുതൽ, കാരണം അത് കാറ്റയോൺ ആണ്. അപ്പോൾ പോളറൈസിങ് പവർ കൂടുതൽ കാൽസ്യത്തിനാണ്, Ca2+ ആണ്. അപ്പോൾ ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ പോളറൈസേഷൻ കൂടുന്നു. അതുപോലെ തന്നെ ആനോൺസിൻ്റെ കേസിൽ Cl- S2- അതായത് സൾഫൈഡ് അയോണും ക്ലോറൈഡ് അയോണും എടുക്കുകയാണെങ്കിൽ അതിൽ ചാർജ് കൂടുതൽ ആർക്കാണ്? S2- അല്ലേ, സൾഫൈഡിനാണ്. അപ്പോൾ സൾഫൈഡിനായിരിക്കും പോളറൈസേഷൻ കൂടുതൽ അല്ലെങ്കിൽ പോളറൈസബിലിറ്റി കൂടുതൽ. ഓക്കെ, പറഞ്ഞ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. Na+, Ca2+ എടുക്കുകയാണെങ്കിൽ ആർക്കാണ് കൂടുതൽ? Ca2+. അതുപോലെ Cl- പിന്നെ S2- എടുക്കുകയാണെങ്കിൽ S2- ചാർജ് കൂടുതൽ. അതുകൊണ്ട് പോളറൈസേഷൻ കൂടുതൽ തരുന്നത് ആരായിരിക്കും?
S2- അഥവാ സൾഫൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ പറയുന്ന പോളറൈസേഷൻ അവർ കൂടുതൽ തന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അവർക്ക് കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ട്. അതായത് പോളറൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോവാലന്റ് ക്യാരക്ടർ. അപ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടുതൽ കാണിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കാറ്റിയോണിൻ്റെയും ആനിയോണിൻ്റെയും. ഇനി സൈസ് എടുക്കുകയാണെങ്കിൽ ആനിയോൺസിൻ്റെ സൈസ് കൂടുമ്പോൾ അതിന് ഡിസ്റ്റോർട്ടഡ് ആവാനുള്ള ടെൻഡൻസി കൂടുമല്ലോ. അതുകൊണ്ട് തന്നെ ആനിയോൺസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് പോളറൈസേഷൻ കൂടുന്നു. ഓക്കെ, അപ്പോൾ പോളറൈസേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് ആനയോൺ. ഓക്കെ, ആനോണിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് പോളറൈസേഷൻ കൂടുന്നു. അതുകൊണ്ട് തന്നെ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നേരെ മറിച്ച് കാറ്റിയോൺസ് എടുക്കുകയാണെങ്കിൽ കാറ്റിയോൺസിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് പോളറൈസേഷൻ കൂടും. ഓക്കെ, അപ്പോൾ ചെറിയ സൈസ് ആണെങ്കിൽ അതിന് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോളറൈസേഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സൈസ് ഓഫ് കാറ്റിയോൺ. കാറ്റിയോണിൻ്റെ സൈസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും കൂടെ നോക്കാം. S2-, SO3-, SO4-. ഇങ്ങനെ 3 അയോൺസ് എടുത്തു. ഇതിനെല്ലാം ചാർജ് സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ പോളറൈസേഷൻ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? അതിൻ്റെ സൈസിനാണ്. അപ്പോൾ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ സൾഫൈഡ് അയോണിനായിരിക്കും കൂടുതൽ പോളറൈസേഷൻ. അത് കഴിഞ്ഞ് SO3-, പിന്നെ ആയിരിക്കും സൾഫേറ്റ് SO4-, അയൺ വരുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ അടുത്തൊരു എക്സാമ്പിളാണ് Cl-, ClO3-, ClO4-. ഇവിടെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും. ClO4-നായിരിക്കും കൂടുതൽ പോളറൈസേഷൻ, പിന്നീട് ClO3-, പിന്നെ Cl-. ക്ലിയർ ആണല്ലോ? നമുക്കിനി ഫെജാൻ റൂളിൻ്റെ ആപ്ലിക്കേഷൻസും കൂടെ നോക്കാം. ആപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ കോവാലന്റ് അഥവാ അയോണിക സ്വഭാവങ്ങളുടെ താരതമ്യം. ഓക്കെ, ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രത്തോളം കോവാലന്റ് ക്യാരക്ടർ കാണിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം അയോണിക സ്വഭാവം കാണിക്കുന്നു എന്നതിൻ്റെ താരതമ്യം ചെയ്യുന്നതിന് ഫെജാൻസ് റൂള് അതിൻ്റെ പോളറൈസബിലിറ്റിയൊക്കെ സഹായിക്കുന്നു. പിന്നെ ഓക്സൈഡിൻ്റെ സ്വഭാവം, അപ്പോൾ ഓക്സൈഡ് എത്രത്തോളം അയോണിക്കാണ്, മറ്റത് അല്ലെങ്കിൽ കോവാലൻ്റ് ആണ് എന്ന പോലെ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ സ്വഭാവമായിരിക്കുമോ കോവാലന്റ് കോമ്പൗണ്ട്സിൻ്റെ സ്വഭാവമായിരിക്കുമോ കൂടുതൽ കാണിക്കുന്നത് എല്ലാം നമുക്ക് തിരിച്ചറിയാനായിട്ട് എന്ത് സഹായിക്കുന്നു? ഫെജാൻസ് റൂൾ സഹായിക്കുന്നു. അതുപോലെ വൈദ്യുത ചാലകത, അയോണിക സംയുക്തങ്ങൾക്ക് വൈദ്യുത ചാലകത ഉണ്ടെന്നറിയാം അല്ലേ? അത് ലയിക്കുമ്പോൾ വൈദ്യുത ചാലകങ്ങളാണ്. എന്നാൽ അവരുടെ കോവാലന്റ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ച് വൈദ്യുത ചാലകത കുറയുന്നു. അപ്പോൾ വൈദ്യുത ചാലകതയെ പഠിക്കുന്നതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ലോഹ ഹാലൈഡിൻ്റെ ജലത്തിലുള്ള ലേയത്വം, ലോഹ ഹാലൈഡുകളുടെ ജലത്തിലെ ലേയത്വം താരതമ്യം ചെയ്യുന്നതിന് നമുക്ക് ഫെജാൻസ് റൂള് സഹായിക്കുന്നു. അതായത് കൂടുതൽ ലയിക്കുന്നത് ആരായിരിക്കും? അയോണിക സംയുക്തങ്ങളാണ് അല്ലേ? അപ്പോൾ കോവാലന്റ് ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ജലത്തിലെ ലയത്വം കുറയുന്നു. അതുപോലെ സംയുക്തങ്ങളുടെ നിറത്തിൻ്റെ തീവ്രത, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് ഫെജാൻസ് റൂള് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി 1-2 ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് എന്നിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫെജാൻസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. AX എന്ന അയോണിക സംയുക്തത്തിന്റെ കോവാലൻസി കൂടുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. A+X- അയോണുകൾ ചെറുതാകുമ്പോൾ. രണ്ടാമത്തെ A+ അയൺ ചെറുതാവുകയും X- അയൺ വലുതാവുകയും ചെയ്യുമ്പോൾ. അടുത്തത് A+X- അയോണുകൾ വലുതാകുമ്പോൾ. അടുത്തത് A+ വലുതാവുകയും X- ചെറുതാവുകയും ചെയ്യുമ്പോൾ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു കോവാലൻസി കൂടുന്നത് എപ്പോഴാണ്? ഫെജാൻസ് റൂൾ അനുസരിച്ച് കോവാലൻസി കൂടണമെങ്കിൽ ആനോൺ വലുതും കാറ്റിയോണ് ചെറുതുമായിരിക്കണം അല്ലേ? കാറ്റിയോൺ ചെറുതുമാകുമ്പോഴാണ് അതിൻ്റെ കോവാലൻസി കൂടുന്നത് അല്ലേ? ആനിയോൺ വലുത്, ആനിയോൺ എന്ന് പറയുമ്പോൾ ഏതാണ്? X- അല്ലേ? X- വലുത്. അപ്പോൾ ഇവിടെ X- വലുത് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? ഇതും വരുന്നുണ്ട്, ഇതും വരുന്നുണ്ട് അല്ലേ? എന്നാൽ കാറ്റിയോൺ ചെറുതായിരിക്കണം. അപ്പോൾ കാറ്റിയോൺ എന്ന് പറയുന്നത് A+ ആണ്. A+ ചെറുതും X- വലുതുമായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഫെജാൻസ് റൂള്
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതോടുകൂടി അയോണിക് ബോണ്ട് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.